ഹലോ ഗൈസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു അറേയുടെ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്ന മെത്തേഡും അതും യൂസർക്ക് ഇൻപുട്ട് ചെയ്തിട്ട് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് ദ സ്ട്രിങ് എൻറ്റേർഡ് ആൻഡ് ദ റിവേഴ്സ്ഡ് സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സും കാണാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇത്രയും ലൈൻ വലിയ കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇത് സി പ്രോഗ്രാമിനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യണം. ഒരെണ്ണം സ്ട്രിങ് നമുക്ക് ഇവിടെ എന്ത് വേണം, ഈ സ്ട്രിങ്ങിൻ്റെ അവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ ഇവിടെ ഇത് വേരിയബിൾ, അതായത് അറേ നെയിമാണ്. അറേ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്ട്രിങ് എന്നും റിവ് എന്നും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലെങ്ത് കാണാനുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ലെങ്ത് കാണാൻ വേണ്ടി ലെൻ എന്നുള്ള ഫംഗ്ഷൻ ലെൻ എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ എടുക്കുന്നുണ്ട്. ലെൻ എന്നുള്ളതും ഒരു വേരിയബിൾ ആണ്. നമുക്ക് എന്ത് വേണം അവിടെ ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ലെൻ എന്നാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്ട്രിങ് മേടിക്കുവാണ് ഈ കാണുന്ന ലൈൻ. അതിനുശേഷം പ്രിന്റ് ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കുന്നത്. ഈ ഒരു ലൈനിൽ നമുക്ക് യൂസർ ഇൻപുട്ട് ചെയ്യും ഈ ഒരു ലൈൻ. അതാണ് ഇത്. ഈ ഇപ്പുറത്ത് കാണുന്ന നോക്കിയേ, ഈ ലൈൻ കണ്ടോ? ഈ ലൈനാണ് ഇവിടെ നിന്ന് യൂസർ നമുക്ക് തരുന്നത്. ഈ എൻ്റർ എ സ്ട്രിങ് വരെയുള്ളതാണ് ഈ പ്രിന്റ് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഞാൻ ഒന്നുകൂടി അത് ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഒരു സാധനം കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ അതിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഐ ഇനീഷ്യലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്ട്രിങ്ങിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഈ ഐ എടുക്കുക. അതായത് സ്ട്രിങ്ങിലെ ഐ ആണ് ഫസ്റ്റ് എലമെന്റ്. അത് ലൂപ്പ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ ഈ ഐ പ്ലസ് പ്ലസ് കൊണ്ട് ലൂപ്പാകും. അത് ലൂപ്പ് ചെയ്ത് വരുമ്പോൾ ഈ /0 ആണ് ലാസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ നൾ എലമെന്റ് എന്ന് നമുക്ക് പറയാം. അതായത് ലാസ്റ്റ് എലമെന്റ് ഒരു സ്ട്രിങ് അറേ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് എലമെന്റ്, അതിപ്പോൾ ഏത് അറേ എടുത്താലും ലാസ്റ്റ് ആയിട്ടുള്ള എലമെന്റ് സ്ട്രിങ് ക്യാരക്ടറിന്റെ കേസിൽ /0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഐ ഇനീഷ്യലൈസ് ചെയ്തു. സ്ട്രിങ് കണ്ടീഷനാണിത്. ഇത് ഇനീഷ്യലൈസേഷൻ, ഇത് ഇത്രയും. അതുകൊണ്ട് ഇത് കണ്ടീഷൻ. ഇത്രയും കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് എലമെന്റ് വരെ. സ്ട്രിങ്ങിന്റെ ഐ ലൂപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എലമെന്റ് വരെ. ഈ പോർഷനാണ് നമ്മൾ ഇൻക്രിമെന്റ് എന്ന് പറയാം, ഈ ഐ പ്ലസ് പ്ലസ് എന്നുള്ള പോർഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ ലെങ്ത്തിലാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഈ ലൂപ്പ് ചെയ്ത് വരുന്ന ഓരോ ഇൻക്രിമെന്റിലായിട്ടുള്ള വാല്യൂസും ഈ ലെങ്ത്തിനാണ് സ്റ്റോർ ആവുക. അതാണ് ലെങ്ത് പ്ലസ് പ്ലസ്. ഈ ഐയിൽ ഇപ്പോൾ ഫസ്റ്റ് വരിക 0 ആയിരിക്കും. 0യിലുള്ള എലമെന്റ് ആയിരിക്കും. അതിങ്ങനെ ലൂപ്പ് ചെയ്ത് ലെങ്ത്തിലായിരിക്കും അത് സ്റ്റോർ ആവുക. അപ്പോൾ ലെങ്ത്തിന്റെ ഇൻഡെക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ 14 എന്നുള്ളൊരു നമ്പർ കിട്ടിയത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ പ്രിന്റ് എഫ് കൊടുത്തു, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കൊടുത്തു. ലെങ്ത് പ്രിന്റ് ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് ലെങ്ത് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പുറത്തെ ഔട്ട്പുട്ടിൽ കാണിക്കുന്നത്. ഇത് സെയിം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫോർ ലൂപ്പ് എടുക്കും. നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോവുക. അപ്പൊ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു. ഇത്രയും പോർഷൻ ഇനീഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ ലെങ്ത്തിനേക്കാൾ ചെറുത് ഐ ആൻഡ് ഐ പ്ലസ് പ്ലസ് ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇതറിയാലോ, ഇത് ഐ ഇൻക്രിമെന്റ് ചെയ്യുവാണ്. ഓക്കെ, ലെങ്ത്തിനേക്കാൾ ചെറുത് തന്നെ ഐ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ ലൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ 14 കിട്ടൂലേ നമുക്ക്. ഇങ്ങനെ കിട്ടുമ്പോൾ ലെങ്ത്തിന്റെ താഴെ വരെ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, 14 കിട്ടുമ്പോൾ കറക്റ്റ് 14 വരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ കൊടുക്കുന്നത്. ഇത്രയും. പിന്നെ ഐ ഇൻക്രിമെന്റ് ചെയ്യും.
പിന്നെ റിവേഴ്സ് ഐ, ഈ സെയിം ഇത് തന്നെ ഐ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, റിവേഴ്സ് ഐ ഈക്വൽ ടു ഈ ഫസ്റ്റ് അറേ ഇല്ലേ, നമ്മൾ ആദ്യം ഇവിടെ എടുത്ത ഈ അറേ ഏതാ, ഈ സ്കാനഫ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു അറേ എടുത്തല്ലോ, ഈ അറേയിൽ ലെങ്ത് -1 - i എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു കിട്ടും. ഇവിടെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിയാൽ മതി, റിവേഴ്സിബിൾ സ്ട്രിങ്ങിന്റെ ഇവിടെ ഇങ്ങനെ തിരിച്ചിങ്ങനെ ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് റിവേഴ്സ് ലെങ്ത് ഈക്വൽ ടു നൾ വെക്ടർ കൊടുക്കും. അതെന്ന് വെച്ചാൽ ലാസ്റ്റ് 14 എണ്ണം വരണം, അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ലാസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ പ്രിന്റ് എഫ്, ഈ സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ റിട്ടേൺ 0, അത് എൻ്റെ മെയിൻ്റെ ഭാഗമായിട്ട് പിന്നെ റിട്ടേൺ 0. സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്.